അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എല്ലാവരും അടിപൊളിയായി പ്രസന്റ് ചെയ്തു. ഞാൻ എക്സ്പെക്ട് ചെയ്തേക്കാളും ഒരുപാട് പേര് നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ ഇന്റർവ്യൂ ആയി കിട്ടിയില്ല, രണ്ടാമത്തെ ഇന്റർവ്യൂ ആയി കിട്ടിയില്ല, മൂന്നാമത്തെ ഇന്റർവ്യൂ കിട്ടിയില്ല, അഞ്ചാമത്തെ ഇന്റർവ്യൂ ആയി, ഏഴാമത്തെ ഇന്റർവ്യൂ ആയി കിട്ടിയില്ല. അപ്പം ഒരു ഏഴാമത്തെ ഇന്റർവ്യൂ ആയിട്ട് അവിടെ സാർ ചോദിച്ചു എന്താണെന്നൊക്കെ ചോദിച്ചു. പിന്നെ ഓരോ ഇന്റർവ്യൂവിന് പോകുന്നതിന് സാർ ഇൻഫോം ചെയ്യും. 11ാമത്തെ ഇന്റർവ്യൂവിലാണ് എനിക്ക് ഇപ്പം BHA ഓസ്ട്രേലിയ എന്ന് പറയുന്ന കമ്പനിയിൽ എനിക്ക് കിട്ടുന്നത്. പൈത്തൺ ബേസിക് പഠിച്ച് തുടങ്ങിയിരുന്നെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഒക്കെ വീണ്ടും വീണ്ടും മറന്നു പോകുന്നൊരു പേര് ഉണ്ടായിരുന്നു എനിക്ക്. ചെയ്ത കാര്യം സിമ്പിൾ ആണെങ്കിലും അത് പഠിക്കാൻ വേണ്ടി ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഫ്രണ്ട് വഴി കണക്ട് ചെയ്തിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചു. പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആൾ വിളിച്ച് നല്ല കൺവിൻസിങ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഒന്നുകൂടി അന്വേഷിച്ചായിരുന്നു. എല്ലാവരും ഒരു 50-50 ചാൻസ് അതാണ്. സൈഡിൽ കൂടെ തന്നെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് അന്വേഷിച്ചായിരുന്നു. അങ്ങനെ ടെക്നോളജീസ് കോളേജ് ചെയ്യുന്ന പ്രൊജക്ട് ആ ഒരു രീതിയല്ല ഇവിടെ. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഇപ്പൊ ടീമായിട്ട് കൊളാബ് ചെയ്ത് ഒരു പ്രൊജക്ട് എങ്ങനെ ചെയ്യാം. ഡയറക്ടറിന് പോയപ്പോൾ കാര്യം മനസ്സിലായത് അവർ എന്നോട് ജാങ്കോ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടില്ല, അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല. ഡയറക്റ്റ് പോയത് എയിലോട്ട് മാത്രമാണ്. എയുടെ യൂസ് വെച്ചാണ് ഞാൻ ചെയ്തത്. കുറെ പഠിക്കാനുണ്ടായിരുന്നു, അതൊക്കെ പഠിച്ചെടുത്ത് അങ്ങ് ചെയ്തു. പക്ഷെ അന്ന് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞ ഒരു റെസ്പോൺസ് കിട്ടി കഴിഞ്ഞപ്പോഴാണ് പ്രൊജക്ട് ഓക്കെ ആണ് എന്നൊരു കോൺഫിഡൻസ് സ്വന്തമായിട്ട് എനിക്ക് കിട്ടിയത്.